ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2025 ക്രിസ്മസ് ആഗതമായിരിക്കുകയാണല്ലോ. ക്രിസ്മസ് കാലഘട്ടം നമ്മൾ ലോകത്തിലേക്ക് വീക്ഷിക്കുമ്പോൾ അതൊരു പ്രകാശത്തിൻ്റെ ഉത്സവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്മസ് ക്രൈസ്തവരെ സംബന്ധിച്ചോളം അത് വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്, സന്തോഷത്തിൻ്റെ ഉത്സവമാണ്, അതോടൊപ്പം ഒരു ഷെയറിങ്ങിൻ്റെ അനുഭവം നൽകുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ക്രിസ്തേതരായിരിക്കുന്ന മനുഷ്യരെ നോക്കുമ്പോഴും ഈ കാലഘട്ടം വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്, ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. നമ്മുടെ ചുറ്റുപാടുകളിൽ, ക്ഷേത്രങ്ങളിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് കാലഘട്ടം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പെരുന്നാളുകളിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മുടെ ചുറ്റുപാടുകളിലും വിവിധ തരങ്ങളിലുള്ള പ്രകാശങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകപ്പെടേണ്ട ഏറ്റവും വലിയ സന്തോഷ അനുഭവം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവുമായിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. യഹൂദ സമൂഹത്തിൻ്റെ ആ കാലഘട്ടത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഇസ്രായേലിയ സമൂഹം ഒരു മശിഹായിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സമൂഹമാണ്. അവർക്ക് ഒരു ഉണ്ടായിരുന്ന സാമ്രാജ്യം പോലും നഷ്ടപ്പെട്ട് ഒരു രാജാവിൻ്റെ ദൈവത്താൽ നിയോഗിതനായ ശലോമോൻ്റെയോ ദാവീദിൻ്റെയോ ഒക്കെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന ഒരു രാജാവിൻ്റെ സാന്നിധ്യമില്ലാതിരുന്ന കാലഘട്ടം, റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന ഇസ്രായേൽ ജനം, അങ്ങനെ ഭയം അവരെ ചുറ്റുപാടുകളിൽ നിൽക്കുമ്പോൾ അവർ ഒരു മെശിഹായിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് ചരിത്രം വീക്ഷിക്കുമ്പോൾ കാണുവാൻ കഴിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനം വസിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വേണ്ടി ഉറ്റിരുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ ആശങ്കകൾ നിറയുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധങ്ങൾ, സാമൂഹ്യമായ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹങ്ങളിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ലോകത്തിൽ സാമ്പത്തികമായും സാമൂഹ്യമായും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സമൂഹങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സാമ്പത്തികമായ രംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഓരോ സമൂഹങ്ങളെയും ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സാമൂഹ്യമായ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട സമൂഹങ്ങളെ നമുക്ക് ചുറ്റുപാടുകളിലും കാണാം. അങ്ങനെ ആശങ്കയിലായിരിക്കുന്ന ജനത്തിന് പ്രതീക്ഷ നൽകേണ്ട ഒന്നാണ് ക്രിസ്മസ് കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ ഇടയന്മാരുടെ മധ്യത്തിലേക്കാണ് സ്വർഗീയ ദൂതന്മാർ അവിടെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം അവരെ അറിയിക്കുന്നത്. അവർ ആശങ്കകൾ നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധീകരിക്കുന്നവരാണ്. കാരണം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ മാത്രം അന്വേഷിച്ച് തങ്ങളുടെ ആടുകൾക്ക് മാത്രം സുരക്ഷിതത്തെ പ്രതീക്ഷിച്ച് അതിന് കാവൽക്കാരായി നിൽക്കുന്ന ആട്ടിടയന്മാർ, അവർക്ക് നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നുമില്ലാത്തവരാണ്. ആ ഇടയന്മാരുടെ സാമൂഹ്യമായ ചുറ്റുപാടുകൾക്കപ്പുറമായി അവർക്ക് വലിയ ഒരു ക്ഷണം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാരണം അവരെ അന്വേഷിക്കുന്നവരോ കേൾക്കുന്നവരോ വീക്ഷിക്കുന്നവരോ വളരെ ചുരുക്കം ആയിരുന്നു എന്ന് നമുക്ക് അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഇടയന്മാർക്കാണ് സ്വർഗത്തിലെ ദൂതന്മാരുടെ ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് അവർ പറയുന്ന വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബേത്ലഹേമോളം ചെന്ന് നമുക്ക് ഈ സന്തോഷം കാണാം എന്ന് പ്രതീക്ഷയോടെ യാത്രയാവുന്ന ഇടയന്മാരെ നമ്മളവിടെ കാണുന്നു. ആ ഇടയന്മാർ അവിടേക്ക് യാത്ര തിരിച്ച്
മുന്നോട്ട് പോകുമ്പോൾ അവരെ ഭയത്തിൻ്റെ അംശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരനുഭവം നമ്മൾ കാണുന്നു. കാരണം ആടുകളെ അവർ വിട്ടിച്ചു പോകുമ്പോൾ പോലും സ്വർഗീയ ദൂതന്മാരുടെ ക്ഷണത്തിലൂടെ അവർക്കൊരു സുരക്ഷിതത്വ മനോഭാവം അവർക്കുണ്ടാകുന്നു. അതുതന്നെയാണ് അവർക്ക് ബേത്ലഹേമിലേക്ക് ചെന്നെത്തുവാനുള്ള ധൈര്യവും പിൻബലവും നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്മസ് ഏതൊരു മനുഷ്യനും ആ പ്രതീക്ഷയാണ് നൽകപ്പെടുന്നത്. അത് ലോകത്തിന് നൽകപ്പെടേണ്ടവർ ക്രൈസ്തവരുടെ വലിയ ഒരു ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. ചുറ്റുപാടുകൾ നമ്മെ പുറകോട്ട് വലിക്കുമ്പോഴും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ കഴിയുകയില്ല. കാരണം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമാണ് ക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ളത്. അത് ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് നൽകപ്പെടുമ്പോൾ സ്വർഗീയം സന്തോഷിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. അന്ന് സ്വർഗീയ സൈന്യമാണ് കർത്താവിൻ്റെ തിരുജനത്തിൻ്റെ സന്തോഷം ആട്ടിടയന്മാർക്ക് അറിയിച്ചതെങ്കിൽ ഇന്ന് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ് ഈ സ്വർഗീയ സന്തോഷം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കപ്പെടുമ്പോഴാണ് ക്രിസ്മസ് ഏവർക്കും സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുന്നത്. ക്രിസ്മസ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമായി മാറപ്പെടുന്നതും അതേ അനുഭവത്തിലാണ്. ഇടയന്മാർക്ക് ആ സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം അവസരം നൽകി. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് എല്ലാവർക്കും പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ഉത്സവമായി മാറപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിൽ ദൂതന്മാർക്കുള്ള സന്തോഷം അവർ ലോകത്തിലേക്ക് വന്ന് അറിയിക്കുമ്പോൾ അതിന് ഭാഗവാക്കായി ഇടയന്മാർ മാറ്റപ്പെടുന്നു. അവർ യാത്ര തിരിച്ച് യോസെഫിൻ്റെയും മറിയയുടെയും അടുക്കിലേക്ക് ചെന്ന് ആ കാലിത്തൊഴുത്തിൽ അവരും യേശുവിൻ്റെ മാതാപിതാക്കളും അവിടെയുണ്ടായിരുന്ന ജീവജാലങ്ങളും ഒക്കെ ഈ സ്വർഗീയ സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ലോകത്തിന് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വലിയ ഒരു പ്രതീക്ഷ അതുതന്നെയാണ്. ഏറ്റവും താഴ്ചയിൽ നിൽക്കുന്നവർക്ക്, അശരണർക്ക്, ബലഹീനർക്ക് അവർക്കൊക്കെ ഈ ക്രിസ്മസ് പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു. സ്വർഗീയ സൈന്യം സന്തോഷം പങ്കുവെച്ച് മറ്റുള്ളവരിലേക്ക് നൽകപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തിന് നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. കാരണം ഇന്ന് ക്രിസ്മസ് പലപ്പോഴും നമുക്കറിയാം അത് ഒരു കച്ചവട രംഗമായി മാറ്റപ്പെടുന്ന ഒരനുഭവം കാണാൻ കഴിയുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ലോകത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ ജനങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് സ്വർഗീയ സൈന്യത്തോടൊപ്പം പാട്ടുപാടുന്ന അനുഭവം കൂടിയാണ് ക്രിസ്മസ്. എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ ഈറകളൊക്കെ ശേഖരിച്ച് ഒരു സ്റ്റാർ ഉണ്ടാക്കി അതിൽ അന്നത്തെ കാലത്ത് ലഭിക്കുന്ന കളർ പേപ്പറുകളൊക്കെ ഒട്ടിച്ച് അത് തൂക്കി അതിനൊരു മെഴുകുതിരി തെളിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു പ്രതീക്ഷയും വളരെ വലുതായിരുന്നു എന്ന് ഞാൻ ഈ സമയം ഓർക്കുന്നു. കാരണം അതിൻ്റെ പിന്നിൽ നമ്മുടെ സ്വയം ഒരു അധ്വാനമുണ്ട്, നമ്മുടെ ഒരു സമർപ്പണമുണ്ട്. അതിൽ നമ്മൾ ഒരു തിരി തെളിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് കൂട്ടായ്മയുടെ ഒരു ഉത്സവമായി മാറ്റപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിലും നമ്മൾ കൂട്ടായ്മയുടെ അനുഭവം അല്ലെങ്കിൽ പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവമായി അതിനെ മാറ്റം കുറിക്കുമ്പോഴാണ് ക്രിസ്മസ് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു അനുഭവമായി ഏവർക്കും മാറപ്പെടുന്നത്. ഈ കാലഘട്ടവും നമ്മുടെ ചുറ്റുപാടുകൾ ആശങ്കകൾ നിറയപ്പെടുന്ന അനുഭവം നമ്മൾ കാണാൻ കഴിയും. നമ്മൾ സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ ഒറ്റപ്പെടുന്നവരുടെ അനുഭവം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ വീക്ഷിക്കുമ്പോൾ പ്രായാധിക്യത്തിലെത്തുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയ മക്കൾ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നൊരു കാലഘട്ടം, കുടുംബങ്ങളിൽ അവർ ഒറ്റപ്പെട്ട ജീവൻ നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, അവരുമായി അവരുടെ ജീവിത അനുഭവങ്ങളും അവരുടെ ആശങ്കകളും ഷെയർ ചെയ്യുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്മസ് ഇടയന്മാരുടെ സന്നിധിയിലേക്ക് ചെന്ന് അവരെ ഭയത്തിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെ സന്തോഷം അവരിലേക്കും എത്തപ്പെടണമെങ്കിൽ നമ്മൾ ഈ സമൂഹത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം.
ക്രിസ്മസ് ആ ഒറ്റപ്പെട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് അവർക്ക് ഒരു കൂട്ടായ്മയുടെ അനുഭവം നൽകപ്പെടുമ്പോഴാണ് ക്രിസ്മസും സന്തോഷമായി മാറുന്നത്. അവിടെ യേശുക്രിസ്തു തിരുജനത്തിൻ്റെ മധ്യത്തിൽ യോസേഫിന് നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അവിടെ യോസേഫിനോട് അവിടെ ഇടയന്മാർ പറയുന്നു, നിൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തുവാൻ ശങ്കിക്കേണ്ട എന്ന് യോസേഫിന് ധൈര്യം നൽകുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്നത് യോസേഫ് തൻ്റെ തൻ്റെ കൂട്ടാളിയായി മാറപ്പെടുന്ന മറിയയെ ചേർത്തുകൊണ്ടു എന്ന് നമ്മളിവിടെ കാണുന്നു. തീർച്ചയായിട്ടും ഈ ലോകത്തിന് നമ്മൾ ആ ഒരു സന്ദേശം നമ്മൾ നൽകപ്പെടുമ്പോഴും ക്രിസ്മസ് സന്തോഷകരമായ അനുഭവമാണെന്ന്. നമ്മുടെ ഓരങ്ങളിൽ ആയിരിക്കുന്ന മനുഷ്യർ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ആവശ്യഭാരങ്ങളിലിരിക്കുന്ന മനുഷ്യർ, അവരെയൊക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ് അവർക്ക് ധൈര്യത്തിൻ്റെ ഒരു അനുഭവം നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ക്രിസ്മസ് ധൈര്യം നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ്. അത് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതിലൂടെ ഈ സമൂഹത്തിന് നമുക്ക് തീർച്ചയായിട്ടും ആ ധൈര്യത്തിൻ്റെ ഒരു അനുഭവം ക്രിസ്മസിലൂടെ നമുക്ക് നൽകപ്പെടുവാൻ കഴിയും. രണ്ടാമത്, പ്രതീക്ഷയുടെ ഒരനുഭവം ക്രിസ്മസ് വാഗ്ദത്തം നൽകുന്നുണ്ട്. ഇടയന്മാർക്ക് അവിടെ പ്രതീക്ഷ നൽകുന്നത് എന്തെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരുജനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവരെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം തീർച്ചയായിട്ടും അവർക്കൊരു പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രതീക്ഷയറ്റ അനേക ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ നമ്മുടെ കൂട്ടങ്ങളിൽ ആത്മഹത്യ പലപ്പോഴും വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് കൊല്ലം ജില്ല ആത്മഹത്യയുടെ എണ്ണത്തിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ചുറ്റുപാട് നമുക്ക് നോക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നുമൊക്കെ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി അഭയം പ്രാപിക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്ന അനുഭവം നമ്മൾ കാണുന്നു. പഴയ കാലങ്ങളേക്കാൾ മദ്യത്തിനോ അല്ലെങ്കിൽ ചെറിയ ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമപ്പെട്ടുവെങ്കിൽ ഇന്ന് MDMA പോലുള്ള മാരകമായ അനുഭവങ്ങളിലേക്ക് ചേർത്ത് നിർത്തപ്പെടുന്ന യുവതലമുറയെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ വലിയ വെല്ലുവിളിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സമൂഹവും ഏറ്റവും ഭയത്തോടു കൂടിയാണ് നാളെക്കുറിച്ച് കാണുന്നത്. അതും അകറ്റപ്പെടുവാൻ നമുക്ക് ഒരു ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നൽകപ്പെടുമ്പോഴാണ് ക്രിസ്മസ് നൽകുന്ന പ്രതീക്ഷ നമുക്ക് സമൂഹത്തിന് നൽകപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് നമ്മളുടെ ചുമതല വർദ്ധിക്കുകയാണ്. നമ്മൾ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നവരായി തീരുവാൻ ക്രിസ്മസ് പ്രചോദകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള അനേക ആളുകളുണ്ട്. അവരെ നമ്മൾക്ക് ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ അവർക്ക് ധൈര്യം പകർന്ന് ഇപ്രകാരമുള്ള സാമൂഹ്യ തിന്മകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിലേക്ക് കൂടി നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഒന്നായി ക്രിസ്മസ് മാറണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും തിരുജനത്തിൻ്റെ സന്തോഷം അവർക്ക് വലിയ പ്രതീക്ഷ നൽകിയെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിലും നമുക്ക് ഈ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവത്തിൻ്റെ അനുഭവം ഈ സമൂഹത്തിന് നൽകപ്പെടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ക്രിസ്മസ് പ്രതീക്ഷ നൽകുന്ന ഉത്സവം ഇന്നും അത് ലോകത്തിന് നമ്മൾ നൽകപ്പെടുവാൻ ഉത്തരവാദിത്വം, ചുമതലയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ക്രിസ്മസ് പ്രത്യാശ നൽകുന്ന ഒരു ഉത്സവമാണ്. നാളെക്കുറിച്ചൊരു പ്രത്യാശ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമാണ്. ഈ ലോകം കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറയുമ്പോഴും മനുഷ്യനെ ഈ പ്രത്യാശയുള്ളത് കൊണ്ടാണ് മനുഷ്യന് നാളത്തെ കഷ്ടതകളും വേദനകളുടെയും മധ്യത്തിൽ, ദുഃഖങ്ങളുടെ മധ്യത്തിൽ അവന് ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത് പ്രത്യാശ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ്. പ്രത്യാശയില്ലാത്ത മനുഷ്യരാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കും പ്രേരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യർക്ക് പ്രത്യാശയുടെ ഒരു അനുഭവം നമുക്ക് നൽകപ്പെടുവാൻ കഴിയണം. കർത്താവിൻ്റെ തിരുജനനത്തിലൂടെ ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം അതുതന്നെയാണ്, പ്രത്യാശയുടെ അനുഭവം. കാരണം നാളെ സ്വർഗീയ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്കും ഭാഗമാകുവാൻ ദൈവം അവസരം നൽകുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ തിരുജനനത്തിലൂടെ നൽകുന്ന ഒരു വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയും നമുക്ക് ലോകത്തിന് നൽകപ്പെടുവാൻ കഴിയണം. നമ്മൾ ആഘോഷങ്ങളിലും
സന്തോഷങ്ങളിലും അഭിരമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും മറന്നു പോകാതെ ദൈവസ്നേഹത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കും സന്തോഷം നൽകുവാൻ തീർച്ചയായിട്ടും കഴിയണം. എൻ്റെ യുവജന പ്രവർത്തന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എപ്പോഴും എന്നെ അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ്. എൻ്റെ കൂട്ടുകാരും ഞങ്ങളുമൊക്കെ ക്രിസ്മസ് കരോൾ സർവീസൊക്കെ നടത്തി സന്തോഷത്തിൽ അനുഭവത്തിൽ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു വലിയ ചിന്തയാണ്, ഈ ക്രിസ്മസ് ആട്ടിടയന്മാർക്ക് പ്രതീക്ഷ നൽകിയെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും ഇപ്രകാരം ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ സന്തോഷകരമാണ് എന്ന് ഞങ്ങളൊക്കെ ഓർത്തു. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബാലൻ പങ്കുവച്ച ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അതിൻ്റെ പ്രകാരം ഞങ്ങൾ യുവജന സഖ്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഭവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അമ്മച്ചിയെ സന്ദർശിക്കുവാൻ ഞങ്ങൾ കടന്നുപോയി. അമ്മച്ചിക്ക് മക്കളൊന്നുമില്ല, ഭർത്താവുണ്ടായിരുന്നത് മരിച്ചുപോയി. അപ്പോൾ അവർ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ആ ക്രിസ്മസിൽ ഞങ്ങൾ അവരെ സന്ദർശിക്കുകയും അവരോട് കുശലങ്ങൾ അന്വേഷിക്കുകയും അവർ ഞങ്ങൾ അവർക്ക് ക്രിസ്മസിന് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് അവരോടൊപ്പം ഏതാനും സമയം ചെലവഴിക്കുകയും ചെയ്തു. ആ പ്രിയ മാതാവിനുണ്ടായ വലിയ സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. കാരണം അവരെ സന്ദർശിക്കുവാനോ അവരുമായി ഷെയർ ചെയ്യുവാനോ അവരുടെ ജീവിതത്തിലുള്ള സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായിരുന്നു. ആ അമ്മയ്ക്കുണ്ടായ സന്തോഷമെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അവരുടെ മുഖത്ത് ആ സന്തോഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. കാരണം അവിടെ പരിചയമുണ്ടെങ്കിലും അതിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞങ്ങളോട് വർത്തമാനം പറയുന്നതിൽ അപ്പുറമായ ഒരു സന്തോഷം ആ പ്രിയ അമ്മച്ചിയുടെ മുഖത്ത് ഞങ്ങൾക്ക് ദർശിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അതുവരെയുള്ള ക്രിസ്മസ് അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രിയ മാതാവിൻ്റെ ചേർന്ന് നിന്ന അനുഭവത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അപ്രകാരമുള്ള മനുഷ്യരെ അന്വേഷിച്ചിറങ്ങുന്നതായി നമ്മൾ കാണണം. കേവലം ആഘോഷങ്ങളിൽ നമ്മൾ ഒത്തുചേർന്ന് സന്തോഷങ്ങൾ പങ്കുവച്ച് വലിയ സമ്പത്തും ചെലവഴിച്ച് നമ്മൾ ഉത്സവങ്ങളാക്കി മാറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതല്ല ക്രിസ്മസിൻ്റെ സന്തോഷം. കർത്താവിൻ്റെ ദൂതന്മാർ ആട്ടിടയന്മാരോട് ആ സ്വർഗീയ സന്തോഷത്തെ അറിയിച്ചപ്പോഴാണ് അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്കൊരു പുതിയ പ്രതീക്ഷയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ നൽകപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിലും നമ്മൾ അങ്ങനെയുള്ള ചുറ്റുപാടുകളിലേക്ക് നമ്മളുടെ കണ്ണുകൾ എത്തണം. അവിടെയാണ് ക്രിസ്മസ് ഏറ്റവും സന്തോഷത്തിൻ്റെ അനുഭവമായി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നൽകപ്പെടുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അപ്രകാരമുള്ള ചേർത്ത് നിർത്തലുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രിയ അമ്മയുമായിട്ടുള്ള ഞങ്ങളുടെ കൂടിച്ചേരൽ ഞങ്ങൾക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ വസിക്കുന്ന അനേക ആളുകളുണ്ട്. അവരുടെ അടുക്കിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിൻ്റെ സന്ദേശവുമായി നമുക്ക് കടന്നു പോകാൻ കഴിയണം. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ ക്രിസ്മസ് റൗണ്ട്സിൽ നമ്മൾ ഭവനങ്ങൾ സന്ദർശിക്കും. അവിടെയൊക്കെ നാനാജാതി മതസ്ഥർ നമ്മൾ ക്ഷണിക്കുമായിരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ്. അത് അവരുടെ ഇടങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷവും സമാധാനവും പ്രതീക്ഷയും ഒക്കെയുണ്ട്. അത് അവരുടെ മുഖങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. കാലഘട്ടത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചിലപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലായിടങ്ങളിൽ നിന്നും നമുക്ക് സ്വീകരണങ്ങളുണ്ടായി എന്നിരിക്കുകയില്ല. എല്ലായിടങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്തോഷത്തിന് അനുഭവങ്ങളുണ്ടായിരിക്കുകയില്ല. എന്നാൽ ആ തടസ്സങ്ങൾ നമ്മുടെ ചേർത്ത് നിർത്തലുകൾക്ക് തടസ്സങ്ങളല്ല. കാരണം ചേർത്ത് നിർത്തലിന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മൾ അവരുടെ അടുക്കിലേക്കാണ് കടന്നു പോകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുഖങ്ങളിൽ നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവം കാണാൻ കഴിയും. അതിന് തടസ്സങ്ങൾ ഉന്നയിക്കുന്നവരോ നമ്മളെ മാറ്റി നിർത്തുന്നവരോ അവരെയല്ല നമ്മൾ വീക്ഷിക്കേണ്ടത്. നേരെ മറിച്ച് ഇപ്രകാരമുള്ള ചേർത്ത് നിർത്തലുകൾ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ക്രിസ്മസ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നത്
അപ്രകാരമുള്ള ആവശ്യങ്ങളിരിക്കുന്നവരെ കാണുവാനും അവരെ ചേർത്ത് നിർത്തുവാനുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവസ്നേഹത്തിൽ വസിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ നമ്മുടെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ മുഖാന്തരമൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മാതാവിനുണ്ടായ സന്തോഷം ആഗ്രഹിക്കുന്ന അനേക മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അതിന് ജാതിമത വിശ്വാസ സംബന്ധമായ വേർതിരിവുകളൊന്നും നമ്മൾ കൽപ്പിക്കേണ്ടതില്ല. ഈ മനുഷ്യർ അപ്രകാരമുള്ള പ്രിയപ്പെട്ടവരെ കണ്ടെത്തുവാനും അവരെ ഈ ക്രിസ്മസിൻ്റെ സന്തോഷത്തിൽ ചേർത്ത് നിർത്തുവാനും നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് ക്രിസ്മസ് എല്ലാവർക്കും സർവ്വജനത്തിനുമുണ്ടാകുന്ന മഹാസന്തോഷത്തിൻ്റെ അനുഭവമായി അത് മാറ്റപ്പെടുന്നത്. സ്വർഗത്തിൽ ദൂതന്മാർ സ്തുതി പാടിയ അനുഭവത്തിൽ വസിക്കുവാൻ ദൈവം ഓരോ മക്കളെയും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും നൽകുന്ന ഒരു ക്രിസ്മസായി തീരട്ടെ. സന്തോഷത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യട്ടെ. ദൈവ സ്നേഹത്തിൽ വസിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് യാത്രയാവാം. അതിന് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ എവിടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് CSI കൊല്ലം കൊട്ടാരക്കര മഹായുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.